ശാലിനിക്ക് ഏത് സാഹിത്യശാഖയാണ്? ഒരു മാസമായല്ലോ കയറ് കൊണ്ടുപോയിട്ട്. ആർക്കെങ്കിലും തൂങ്ങിച്ചാൻ കൊടുത്തോ? നാളെ പുസ്തകം തിരികെ കിട്ടണം, ഇല്ലേ ഫൈൻ അടിക്കും. കുഞ്ഞിനെ മാഷ്ട കഥകളാണ് ഇഷ്ടം. കുഞ്ഞുകളി കുറെ കൂടുന്നുണ്ട്. ഞാനൊരു പ്രേമലേഖനം തരട്ടെ? എന്റെ അല്ല, ബഷീറിന്റെയാ. 10-25 വർഷം പഴക്കമുള്ളതാ. ഈ പ്രേമലേഖനം നോക്കി വേറെ ആർക്കും പ്രേമലേഖനം എഴുതി കളയരുത് കേട്ടോ. ഒന്ന് ചുമ്മാ രാജകുമാരൻ സാറേ, പുതിയ പുസ്തകം വല്ലതും വന്നിട്ടുണ്ടോ? വെറും രാജകുമാരനല്ല, രാജകുമാരൻ തമ്പി. ഹൈ ഫാമിലിയാണ്. കേട്ടിട്ടുണ്ട്. പറയൂ, കുട്ടിക്ക് എന്താ വേണ്ടത്? മെനി മെനി ന്യൂ ബുക്സ് വന്നിട്ടുണ്ട്. ഒരു ബാല്യകാല സഖി, ഒരു പാടാത്ത പൈങ്കിളി, പിന്നെ ഒരു റൗഡി. അതൊക്കെ പഴയതല്ലേ? നോ നോ നോ, ഇതൊക്കെ പുതിയ പതിപ്പാ, ന്യൂ എഡിഷൻസ്. കുട്ടിക്ക് ഞാനൊരു ചൂടാറാത്ത പുസ്തകം തരാം. ഈ ആഴ്ച ഇറങ്ങിയതാ, കയ്യെത്താ കൊമ്പത്ത്. കയ്യെത്താ കൊമ്പത്ത് എത്തിപ്പിടിക്കുവാൻ ശ്രമിച്ച ഒരു ഗ്രാമീണ പെൺകുട്ടിയുടെ കണ്ണുനീരിൽ കുതിർന്ന ശോകകാവ്യം. അതാണ് കയ്യെത്താ കൊമ്പത്ത്. കയ്യെത്താ കൊമ്പത്ത്, വർക്കിയുടെ കയ്യെത്താ കൊമ്പത്ത്. വായിക്കുക, വളരുക. ഒരു പെൺകുട്ടിയുടെ പ്രേമം കണ്ടിന്യൂ ചെയ്യണോ സ്റ്റോപ്പ് ചെയ്യണോ എന്നറിയണമെങ്കിൽ ഈ പുസ്തകം വായിച്ചാൽ മതി. എടോ രാജകുമാരൻ തമ്പി, താൻ എന്നെ റൊമാൻസ് ഒന്നും പഠിപ്പിക്കണ്ട. റൊമാൻസ് എന്ന പുസ്തകം ഔട്ട് ഓഫ് പ്രിന്റാ. അയ്യോ, എന്താ രാജകുമാര, എന്ത് സംഭവിച്ചു? അവൾക്ക് എന്നോടൊരു പ്രേമം. ഫ്രീ ലാവ്. താനെന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു പ്രേമിക്കാൻ നേരമില്ലെന്ന്. ഇന്നെന്താ ഫ്രീ അവറാണോ? ഓ, ഞാൻ ക്ലാസ് കട്ട് ചെയ്തു. കട്ട് ചെയ്യും. അശ്വതി കുട്ടി വന്നില്ലേ, താനും ക്ലാസ്സിൽ കയറത്തില്ലല്ലോ. അസുഖമൊക്കെ മാറി ആ കുട്ടി എപ്പോഴാ വരുന്നേ? അസുഖം? ഞാൻ അറിഞ്ഞു. ഭക്ഷണത്തിന് പൈസ ഉണ്ടോ? അത് പിന്നെ എന്റെ മുഖം കണ്ട അറിയായില്ലെന്ന്. ഇത് വെച്ചോ. പിന്നെ നേരം വിളിക്കുന്ന മുമ്പ് എല്ലാം എഴുതി തീർക്കണം കേട്ടോ. ഞാൻ എല്ലായിടം ഇറങ്ങി, അവിടൊക്കെ തീരും. ഞാൻ പോയിട്ട് ഒന്നുകൂടെ വരാം. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം? ഭക്ഷണം ഇല്ല. പിന്നെ നമ്മുടെ മറ്റെങ്ങനത്തെ ഇതേ കാപ്പി, കട്ടൻ കാപ്പി കിട്ടും ഇല്ലേ? കിട്ടും, കിട്ടും. തമ്പി, ആ കൗമാരപ്രായം നോവല് വന്നിട്ടുണ്ടോ? അതിന് എവിടെ വരാനാ ടീച്ചറെ? ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയില്ലേ ടീച്ചർക്ക്? ടീച്ചർക്ക് ഞാൻ വേറൊരു പുസ്തകം തരാം. വസന്തം നിന്നോട് പിണങ്ങി. പിണങ്ങി പോലെ ടീച്ചറെ. വേറൊരു പുസ്തകം തരാം. മോഹങ്ങൾ നീന്തുന്ന പുഴ. എന്റെ മോഹങ്ങൾ മുരടിച്ചു പോയി. ഇലക്ഷന്റെ തിരക്കാണെന്നറിയാം, എന്നാലും ഓർമ്മിപ്പിക്കുകയാണ്. കോളേജിലേക്ക് പാടാനുള്ള പാട്ട് എഴുതി തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ എഴുതന്നില്ലല്ലോ. പാട്ടല്ലേ, ഞാൻ എഴുതിത്തരാം. ബെസ്റ്റ് റൊമാൻറ്റിക് മെലഡി. Oh, roses that blossoms in the sky. നിർത്ത്. താൻ ഇവിടുത്തെ ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടുണ്ടോ? വായിക്കണ്ട, അറിയാനുള്ള വ്യഗ്രത മാത്രം മതി. That will do. ആശാൻ, ചെറുശ്ശേരി എഴുത്തച്ഛൻ, വള്ളത്തോൾ ചങ്ങമ്പുഴ, ഉള്ളൂർ ഭാസ്കരൻ, കുഞ്ചൻ നമ്പ്യാർ എന്നിവരുടെ മഹാകൃതികളാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഒരു പാട്ട് എഴുതാനാണോ വിഷമം? 100 പാട്ട് എഴുതിത്തരാം. രാജകുമാരൻ തമ്പിയെ എഴുതി, രാജകുമാരൻ തമ്പിയെ ട്യൂൺ ചെയ്ത് തന്നെത്താൻ അങ്ങ് പാടിയാ മതി. ഇതെന്താ നിങ്ങൾ കാണിക്കുന്നത്? ഞങ്ങൾ ബുക്ക് ചെയ്ത സ്ഥലത്ത് ഞങ്ങൾ കൊടി നാട്ടി. അത് കഴിഞ്ഞ ഇലക്ഷനാണ് നിങ്ങൾ സ്ഥലം ബുക്ക് ചെയ്തത്. ഈ ഇലക്ഷന് ഞങ്ങൾ കുഴിയും കുത്തി കൊടി നാട്ടി. നാട്ടിയ കൊടി ഇതാ. ചെങ്കോട് തൊട്ട് കളിക്കരുത്. തൊഴിലാളി വർഗത്തിന്റെ ചോരയാണ് ഈ കൊടി. ഈ കൊടി തൊട്ട് കളിച്ചാൽ ഞങ്ങൾ കളി പിടിപ്പിക്കും. എന്നാ ഒന്ന് പഠിപ്പിക്കും.
കോശി വർഗീസിന്റെ പ്രവർത്തകരെ മർദ്ദിച്ചത് നിങ്ങളാണോ? മാരകായുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങളാണെന്ന് റിപ്പോർട്ടുണ്ട്. ഭരിക്കുന്നവരും പോലീസും വിചാരിച്ച എന്ത് റിപ്പോർട്ടും ഉണ്ടാക്കാം. പക്ഷെ സത്യം അതല്ല. ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് അവർ കൊടിമരം നാട്ടി. ആ കൊടിമരം പിഴുതുമാറ്റാൻ ശ്രമിച്ച ഞങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിച്ചത് അവരാ. നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? കണ്ണടച്ച് വിശ്വസിക്കണ്ട. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ഞങ്ങളുടെ പ്രവർത്തകരെ കണ്ടാൽ മതി. അതിലൊന്ന് അശോകനാ, സ്ഥാനാർത്ഥി അനിയൻ. കൃഷ്ണനാരെ ഇവിടെ എല്ലാം സെർച്ച് ചെയ്യും. എന്റെ ഈശോയെ! താനാരാടൂ? തന്റെ പേരെന്താ? സഖാവ് കൊച്ചന്തു. ഒന്നും ഇവിടെ സൂക്ഷിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഈ കാണുന്നതല്ല എന്താ? ഇതൊന്നും ഞങ്ങളുടെ അല്ല. ഇത് കൊണ്ടെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഷട്ടപ്പ്! പോലീസിന്റെ പണിയൊന്നും താൻ ചെയ്യണ്ട. സുമിത്രേ, എന്താ തമ്പി, ആസ്പത്രിയില് വല്ല സർക്കുലേഷൻ ലൈബ്രറിയും തുടങ്ങിയോ? ഹേയ് ഇല്ല, അശോകന് വായിക്കാനാ. MTയുടെ വേദനയുടെ പൂക്കൾ, കൂടാതെ മറ്റ് ഗ്രന്ഥകാരന്മാരുടെ നൊമ്പരം, നീറുന്ന ആത്മാവ്, ഇതൊക്കെയാണ് ഈ സന്ദർഭത്തിൽ വായിക്കേണ്ട പുസ്തകങ്ങൾ. എന്നും ഇങ്ങനെ പുസ്തകം കൊണ്ടുവരുമോ? സുമിത്ര ഇവിടെ എന്നും വരുമെങ്കിൽ ഞാൻ പുസ്തകമല്ല എന്തും കൊണ്ടുവരാം. വേറെ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ മതി. ഞാന് ഈ പുസ്തകങ്ങൾ വന്നിട്ട് വല്ലതും വായിക്കാൻ വന്നതാണ്. ഇപ്പോ ഈ കണ്ണികൾ ഇണങ്ങുന്ന സമയമായതുകൊണ്ട് ഞാൻ പോയിട്ട് പിന്നെ വരാം. സമാപന റാലി ഗംഭീരമാക്കണം. കോശി വർഗീസും കൂട്ടരും നമ്മുടെ ശക്തി കണ്ട് വിറയ്ക്കണം. സഖാവേ, റാലി പിരിയുമ്പോ രാത്രി 2 മണിയെങ്കിലും ആവില്ലേ? ചിലപ്പോ 2 അല്ല 4 ആകും. എന്താ കാര്യം? സഖാക്കൾക്ക് ഭക്ഷണോ മറ്റോ ഏർപ്പാട് ചെയ്യണ്ടേ? ഭക്ഷണം മനസ്സിലായി. എന്തായി മറ്റത്? അത് നിനക്ക് എപ്പോഴും ഈ തീറ്റയുടെയും കുടിയുടെയും കാര്യം മാത്രമേ ഉള്ളൂ അല്ലേ? അല്ല, പാർട്ടി വളരുന്നതിനനുസരിച്ച് നമ്മളും വളരണ്ടേ സഖാവേ? കൊച്ചന്തോ, ആരാം സേ സാവധാൻ, വീശം, सावधान, बाएं मुड़, तीनों तीन बाएं से तेज चल, लेफ्ट राइट लेफ्ट, लेफ्ट राइट लेफ्ट, लेफ्ट राइट लेफ्ट, पीछे मुड़, लेफ्ट राइट लेफ्ट, लेफ्ट राइट लेफ्ट, लेफ्ट लेफ्ट राइट लेफ्ट, पीछे मुड़, लेफ्ट लेफ्ट राइट लेफ्ट राइट लेफ्ट, left, right, left, pide, one, left, right, left, left, right, അയ്യോ, എന്ത് സഖാവേ? left, 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 right, left. എന്താ എന്താ? ഞാൻ ചെലവായ കാശിന്റെ കണക്ക് സഖാവേ. മടക്ക പോക്കലിട്ട്. Left, left, right, left, 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 right, left, left, left. അശോക്, നിർത്താൻ. ഒന്ന് പതുക്കെ ഓടിക്കുന്നേ. എങ്ങനെ ഓടിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ ഒന്ന് പേടിക്കാതിരിക്കും അവിടെ. ആരെങ്കിലും ഒക്കെ കാണും. നിർത്തൂന്നേ. എല്ലാവരും കാണട്ടെ. നീ ഒന്ന് അടങ്ങിയിരിക്കും അവിടെ. അയ്യോ, എന്റെ മാധവിക്കുട്ടിയുടെ പുറത്താണല്ലോ നീ സ്കൂട്ടർ കയറ്റിയത്. ചേട്ടൻ MLA ആയതിന്റെ ജാടയാണല്ലേ? താൻ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്. MLA മാത്രമല്ല, ബാലേട്ടൻ മന്ത്രിയാൻ പോവാ. ഞാൻ ഈ ലൈബ്രറി കിടന്ന് പുസ്തകങ്ങളുടെ മണം അടിച്ച് മടുത്തു. അമ്മിണിയുടെയും വിലാസിനിയുടെയും മാധവിക്കുട്ടിയുടെയും വത്സലയുടെയും നെല്ലിന്റെ ഇടയിൽ കിടന്ന് ഞാൻ ഒരു പരുവായി. അതിനെന്താ,
ഞാൻ ബാലേട്ടനോട് പറഞ്ഞു തനിക്ക് വേറൊരു ജോലി വാങ്ങിച്ചു തരാം. ഏത് ജോലിയും ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടെന്ന് എനിക്ക് അറിയാമല്ലോ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ? ആ, അപ്പൊ ഞാൻ ലൈബ്രറി പണി ഉപേക്ഷിക്കട്ടെ? ധൈര്യമായിട്ട് വീക്ഷിച്ചു. ഞാനല്ലേ പറയുന്നത്. വാക്ക് വാക്ക്. അശ്വത് കുട്ടി, അശോകൻ പറഞ്ഞ കേട്ടല്ലോ. എല്ലാം കേട്ടു. ഉപേക്ഷിച്ചു. കേറ്. പൊക്കോ, പൊക്കോ. ആ, പൊക്കോ, പൊക്കോ, പൊക്കോ. അമ്മണിക്കുട്ടി, മാധവക്കുട്ടി, ബായ്. ഞാൻ ലൈബ്രറി പണി ഉപേക്ഷിച്ചു. ആ എടോ കൊച്ചന്തു, കൊച്ചന്തു, തനിക്ക് വിളിച്ചാ കേട്ടൂടെ? താൻ ആളൊക്കെ മാറിപ്പോയല്ലോ. തനിക്ക് സഖാവിനെ വിളിച്ചോറോ? ഓ, ബാല മന്ത്രിയാൻ പോകുന്നതിന്റെ ഗമയായിരിക്കും. എന്താ സഖാവ് ബാലട്ട മന്ത്രിയായ നമ്മുടെ നാട് രക്ഷപ്പെടില്ലേ? ഇവിടെ ഇനി തൊഴിലില്ലാത്ത ഒറ്റൊരുത്തിനുണ്ടാവില്ല. വെള്ളത്തിന് വെള്ളം, കരണ്ടിന് കരണ്ട്. അല്ല അത് പോട്ടെ, നാരായണൻ നായർ ഇപ്പം എന്നെ വിളിച്ചത് കൊച്ചന്തുവിനെ ഒന്ന് കാണാൻ. ഭരണമൊക്കെ കിട്ടിയതല്ലേ? പഴയ പോലെ ഇനി കാണാൻ പറ്റില്ല. തിരക്കുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരാളല്ലേ ഉള്ളൂ നാരായണൻ നായർ ഇതൊക്കെ നോക്കാൻ. കൊച്ചന്തു, നിനക്കറിയാലോ എനിക്ക് 4 പെൺകുട്ടികളാണുള്ളതെന്ന്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? പത്മാക്ഷി, കമലാക്ഷി, മീനാക്ഷി, പങ്കജാക്ഷി. മൂത്തവളെ ഞാൻ കഷ്ടപ്പെട്ട് BSc വരെ പഠിപ്പിച്ചു. അവളെ കാര്യം ഒന്നും മനസ്സിൽ വെച്ചേക്ക്. ബാലേഷനെ കാണുമ്പോ ഒന്ന് പറഞ്ഞേക്ക്. സഖാവ് ആ കസേരയിലൊന്ന് കേറി ഫയലുകളൊക്കെ ഒന്ന് പഠിക്കട്ടെ. പിന്നെ ഞാൻ ശരി. May I come in, sir? Yes, come in. പ്രഭാകരൻ സാർ തന്നതാ. KP അപ്പു നായർ. അപ്പു ഇതിനു മുമ്പ് എവിടെയാ ജോലി ചെയ്തത്? ടൈറ്റാനിയത്തിലായിരുന്നു. ഓഹോ, 2 വർഷം കളിച്ചു. അവരുടെ ഫുട്ബോൾ ടീമിലെ. ഓ, എന്നിട്ട് റെയിൽവേയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ ചിരട്ട തെറ്റി. എന്താ? കാലിന്റെ മുട്ടിന്റെ ചിരട്ട തെറ്റി. ഓ, അത് ശരി. അപ്പോ അപ്പുവിന് ഭാരിച്ച ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ദേഹാധ്വാനം ചെയ്യേണ്ട പണികളൊന്നും ഉണ്ടാവില്ലല്ലോ. ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയ ഇവിടെ നല്ല ജോലി ഉണ്ടാവും. അല്ല, ഞാൻ അക്കൗണ്ട്സും മറ്റും നോക്കിയാൽ മതിയാവൂലേ? അപ്പുവിന് ഈ അക്കൗണ്ട്സ് ഒക്കെ ശരിയാക്കാൻ അറിയൂ? പിന്നെ ഞാൻ കുറെ കാലം കിരൺ കെമിക്കൽസിൽ പാർട്ട് ടൈം അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്നു. ആ, വെരി ഗുഡ്. അപ്പൊ പിന്നെ പ്രശ്നമില്ല. എന്റെ ഈ ടാക്സും അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളും നോക്കാൻ ബുദ്ധിമുട്ടില്ല സർ. അപ്പു എന്ത് ശമ്പളം പ്രതീക്ഷിക്കുന്നു? അങ്ങനെയൊന്നുമില്ല സർ. എന്താ, ഒന്നും പ്രതീക്ഷിക്കുന്നില്ലേ? പറയൂ, പറയുന്നിപ്പോ എന്താ? അല്ല സാറ് പറഞ്ഞോളൂ. അപ്പു എന്ത് പ്രതീക്ഷിക്കുന്നു എന്നറിയാലോ. ഒരു 1000 രൂപ. 1000 rupees. അപ്പുവിന് ഞാനൊരു 300 രൂപ തരും. ഞാനെന്നാ ജോയിൻ ചെയ്യാൻ വേണ്ട സാർ? എന്നായാലും വിരോധമില്ല. ഞാൻ ശനിയാഴ്ച, നാളെ ഞായറാഴ്ച, തിങ്കളാഴ്ച വരാം സാർ. ആയിക്കോട്ടെ. വരട്ടെ സാർ. താങ്ക് യു. ജോലി കിട്ടിയ വകയിൽ ഞാൻ എന്താ അമ്മണിക്കുട്ടിക്ക് വാങ്ങിച്ചു തരേണ്ടത്? എന്താ? ജോലി കിട്ടുന്നതിന് മുമ്പ് തന്നെ പ്രമോഷൻ കിട്ടിയെന്നും പറഞ്ഞ് അപ്പൊ ഒരിക്കൽ ചെലവ് ചെയ്തല്ലേ? അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റുമെന്ന് വിചാരിച്ച് എപ്പോഴും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കണം. ഇരിക്കും. ഞാനിവിടെ ആദ്യമായിട്ട് വരിക. ആണോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. என்ன சார் வேணும்? ராஜசேகரன் இல்லையாங்க? எந்த ராஜசேகரன்? வெயிட்டர் ராஜசேகரன் தெரியாதா உங்களுக்கு? அப்படி யாரும் இங்க இல்லையே சார்.
நீங்க புதுசா? ആമാ സാർ. അതാ. അമ്മ കുട്ടിക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? അപ്പൻ എന്താ വേണ്ടത്? അത് മതി എനിക്ക്. കട്ട്ലറ്റ് ആയാലോ? ഉം. ആ, 2 മട്ടൻ കട്ട്ലറ്റ്. മട്ടൻ കട്ട്ലറ്റാ? ഇത് വെജിറ്റേറിയൻ ഹോട്ടൽ സാർ. எனக்கு தெரியாத அது வெயிட்டர் ஹோட்டல்னு நீ எனக்கு சொல்லி கொடுக்கணுமா? போய் 2 காப்பி உண்டா? ശരി സാർ. ഞാൻ അവനെ ഒന്ന് വരാൻ വേണ്ടി പറഞ്ഞ. പണം വാങ്ങാതെ തന്റെ പടത്തിൽ അഭിനയിച്ചതാ ഞാൻ ചെയ്ത ആദ്യത്തെ തെറ്റ്. പിന്നെ ചോദിച്ചവൻ പറഞ്ഞു പണം പാതിയാവട്ടെ എന്ന്. പണം പാതിയായി, മുഴുവനായി, റിലീസുമായി. എന്നിട്ട് എവിടെ? താനെന്തൊന്നും മിണ്ടാത്ത്? നാം ഇറങ്ങിപ്പോയോ? എന്തെങ്കിലും പറയണം മിസ്റ്റർ. തനിക്ക് തരാൻ പറ്റില്ലെങ്കിൽ അത് പറ. വാങ്ങാനുള്ള വഴി എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ അതൊരു ഓർമ്മപ്പശു പറ്റിയതാണെന്ന്. അത് ഓർമ്മിപ്പിക്കാനാ ഞാൻ വന്നത്. 1 സെക്കൻഡ്. ആ അപ്പു വരൂ വരൂ. എന്റെ പുതിയ മാനേജർ കം അക്കൗണ്ടന്റ് മിസ്റ്റർ KP അപ്പു നായർ. നമസ്കാരം. ഹലോ. മിസ്റ്റർ അപ്പുവിന് മനസ്സിലായി കാണുമല്ലോ, സുപ്രസിദ്ധ സിനിമാ താരം. അറിയാം. ആ അതാ. അപ്പു ഇരിക്കൂ. ഇനി ഒരു പ്രശ്നവുമില്ല. അപ്പു ഉണ്ടല്ലോ, 16th ഒരു ചെക്ക് വരും. 16th, 17th, 18th. എന്താ അപ്പു? 19th ഞാനില്ലെങ്കിലും അപ്പു ചെക്കോ ക്യാഷോ എന്താ വേണച്ചു കൊടുത്തോളൂ. ഒരു കാര്യം ചെയ്യും, 19th അത് വാങ്ങിക്കോളൂ. എന്താ അപ്പു? ആയിക്കോട്ടെ. ആ, അടുത്ത മാസം 13 മുതൽ 23 വരെ മറ്റാർക്കും കോൾ ഷീറ്റ് കൊടുക്കും. അതിന്റെ അഡ്വാൻസ് അതിന്റെ അടുത്ത ദിവസം വാങ്ങിക്കോളൂ. എന്താ അപ്പു? ഓ, ആ അങ്ങനെ വേട്ടെ. ആ 19th ഇവിടെ ഉണ്ടാവില്ലേ? പിന്നെ പിന്നെ ഇനി എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞാൽ മതി. ആ ഓക്കെ ബൈ. എന്താ പേടിച്ചു പോയോ? ഏയ് ഇല്ല. ഹലോ ഹലോ, ആരാ? ഇല്ലല്ലോ, പുറത്തു പോയിരിക്ക. വരുമ്പോ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഓക്കെ, താങ്ക് യു. ആ, ഇതൊക്കെയാണ് ഇവിടത്തെ ഒരു കളി. അപ്പു എന്റെ അക്കൗണ്ടന്റ് മാത്രമല്ല, മാനേജർ കൂടിയാണ്. മാനേജ്മെന്റിലാണ് അപ്പു കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പല പല അഡ്ജസ്റ്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ ചെക്ക് കൊടുക്കും, ആ ചെക്ക് തിരിച്ചു വരും. ആളുകൾ നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും, ചിലരെ അന്വേഷിച്ച് നമ്മൾ അങ്ങോട്ട് പോകും. ചുരുക്കി പറഞ്ഞാൽ മനോധർമ്മം അനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ട പല പല സംഗതികളും ഉണ്ട് എന്നർത്ഥം. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല സാർ. ഇതിലൊക്കെ മുൻപരിചയമുണ്ടോ? അതില്ല. പിന്നെങ്ങനെയാ? ജന്മനാലുള്ള കഴിവാ? അതല്ല ഞാൻ പറഞ്ഞത്, ബുദ്ധിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള അർത്ഥത്തിലാണ്. അത് ശരി. തലച്ചോറുണ്ടെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും. ആ ഓ, അദ്ദേഹം കാലത്തുടന്ന് പോയതാ. ചെക്ക് മടങ്ങിയോ? മടങ്ങാൻ വഴിയില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ മാനേജരാ, അപ്പു നായർ. അപ്പു. ഓ, വന്നാൽ അങ്ങോട്ട് വിളിക്കാൻ പറയാം.
ഓ വരൂ. അപ്പോ അപ്പു പുറത്തു പോയിരിക്കുക. വരൂ, ഇരിക്കൂ. അപ്പു പറഞ്ഞിരിക്കുമല്ലേ, ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക, ആരും ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഫോട്ടോസ് വല്ലതും കയ്യിലുണ്ടോ? മനസ്സിലായില്ല. അല്ല, ഫോട്ടോസ് കണ്ടാൽ ഏകദേശം രൂപം കിട്ടും. ഞാൻ പടത്തിൽ അഭിനയിക്കാൻ വന്നതല്ല, അപ്പുനെ കാണാൻ വന്നതാണ്. അപ്പുവായിട്ട് എന്താ? ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. വെറും? ഓ, അപ്പുവിന്റെ ഗേൾ ഫ്രണ്ട് ആണല്ലേ? ആ ആ, കുറച്ചു നേരമായോ വന്നിട്ട്? ദാ ഇപ്പൊ വന്നേ ഉള്ളൂ. അപ്പു ഒരു കാര്യം ചെയ്യ്, ആ ചായ ഒരു 3 ആക്കി ഒഴുക്കി. ഞാൻ ഇപ്പൊ വരാട്ടോ. ഏ ഏ ഏ, 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 ഏ. എന്റെ മുഖത്ത് നോക്കൂ. മാനേജർ കം അക്കൗണ്ടന്റ് അല്ലേ? അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി. അപ്പോ ശമ്പളം എത്രയെന്നാ പറഞ്ഞ? 1000 രൂപ അല്ലേ? അപ്പോ ഒരു സത്യമെങ്കിലും പറയൂ, കേൾക്കാനുള്ള ആഗ്രഹമുണ്ടാ. എത്ര ശമ്പളം? സത്യം പറയാലോ, 750 രൂപയുള്ളൂ. തൽക്കാലം മറ്റു നിവൃത്തിയില്ലാത്തോണ്ടാ. അപ്പോ ഞാനിതൊന്നും അറിയില്ല എന്ന് വിചാരിച്ചു അല്ലേ? ഇനി ഞാൻ പറയട്ടെ, അപ്പന് എത്ര ശമ്പളം എന്ന്? വേണ്ട, എന്നാ അപ്പു തന്നെ പറയൂ. എന്നോട് ദേഷ്യം തോന്നരുത്. 300 രൂപയാണ് ശമ്പളം. വിശ്വാസമില്ല, ഇപ്പൊ ചോദിക്കാം. അമ്മണിക്കുട്ടി എന്തോന്നും മിണ്ടാത്തത്? ഇങ്ങനത്തെ ഒരാളുടെ കൂടെ ജോലി ചെയ്യാൻ മാണാവൂല്ലേ? അമ്മണിക്കുട്ടി പറയുന്നത് ശരിയാണ്. ഞാൻ ഇന്ന് ഈ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഒരു 200 രൂപ ശമ്പളമുള്ള ജോലി വാങ്ങിച്ചു തരാൻ അമ്മണിക്കുട്ടിക്ക് പറ്റുമോ? ഞാൻ സന്തോഷമായിട്ട് ചെയ്യാം. എടാ, സ്വന്തം കാലിൽ നിന്നിട്ട് വേണം വല്ല പെമ്പിളുടെയും വായിൽ നോക്കി നടക്കാൻ. ആ പണിക്കസാറിന്റെ കൈയും കാലും പിടിച്ചാ ജോലി ഒപ്പിച്ചതായിരുന്നു. ഒപ്പിച്ചതാണെങ്കിൽ എനിക്ക് തന്നെ കിട്ടണ്ടല്ലേ? അതെങ്ങനെയാ? ആ പെണ്ണിനെ കണ്ടോടുകൂടി നാക്കിറങ്ങി പോയില്ലേ? അത് പിന്നെ ആരാണെങ്കിലും അങ്ങനല്ലേ സംഭവിക്കുള്ളൂ. അത് ആരുടെ കുറ്റാ? ആരുടെ കുറ്റാ? നേരത്തെ നോണ പറഞ്ഞു പിടിപ്പിക്കും ആലോചിക്കണായിരുന്നു. നേരത്തെ ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മള്. ചെറിയ നുണവല്ലത് വരുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു അല്ലേ അപ്പു? ഇപ്പൊ ഉള്ളത് പറഞ്ഞതാ കുഴപ്പമായത്. ഒരു ദുർബല നിമിഷത്തിൽ സത്യം പുറത്തു വന്നു പോയതാ. ഈ പറഞ്ഞ ഒരു സത്യമാണ്. സുജാത, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എനിക്ക് ഈ സ്ത്രീകളുടെ മനഃശാസ്ത്രം വലിയ പിടിപാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. എന്റെ ഈ ദയനീയ അവസ്ഥയുടെ സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിനെ വെറുക്കുവോ? അപ്പൊ കുട്ടാ, നിനക്ക് സ്ത്രീകളുടെ മനഃശാസ്ത്രമല്ല സർവ്വശാസ്ത്രങ്ങളും അറിയാം. പക്ഷെ എവിടെയോ കാര്യമായ ഒരു ചുഴുക്കുറ്റമുണ്ട്. തലയിലെഴുത്തേ. എന്തെഴുത്തായാലും മനുഷ്യന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒറ്റ കാര്യമില്ല. അല്ല, പോകുന്നില്ലേ? ഓ, ഞാനിപ്പോ എവിടെ പോവാനാ? നീ പോയിട്ട് വേണം ഞാൻ നടന്ന് ഉറങ്ങാൻ. നൈറ്റ് ഡ്യൂട്ടി ഇല്ലേ? ഇന്ന് ഇവിടെയാ നൈറ്റ് ഡ്യൂട്ടി. എന്നാ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട്? ഒന്നുമില്ല, ഇവിടെ പറഞ്ഞു. അല്ല, സുജാത ഞങ്ങളങ്ങ് പറഞ്ഞാന്നേ. ആണോ? ശരി. എന്റെ അമ്മോ. എന്തേ വിനേഷ്ണ? എന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തേ. അതെയോ? ഇപ്പൊ നേരെ ഇല്ലത്തേക്കായിരിക്കുമല്ലോ. അത് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യം അങ്ങോട്ട് പറയണമെന്ന് ധരിച്ചിരിക്കും. പറഞ്ഞോളൂ. സരസുവിന്റെ ആള് ഇപ്പൊ ഒന്നും ആശുപത്രിയിൽ പോയില്ലല്ലോ. അതിന് അല്ല, ഈ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ.
സരസു എപ്പോഴും ഇവിടെ തന്നെയല്ലേ? കുഞ്ഞേഷിനിപ്പോ എന്താ വേണ്ടേ? ഓഹോ, നീ ഇവിടെ നോവലും കളിച്ചിരിക്കുക? വെറുതെ അടിക്കുന്ന നേരത്തിന് അരി ഒഴുങ്ങും ആട്ടിക്കൂടെ നിനക്ക്? കുതിര അതെങ്ങനെ ആട്ടാനാ? അരി ഇപ്പൊ വെള്ളത്തിലിട്ടല്ലേ മതി മതി, നീ അപ്പുറത്ത് നിന്ന് കുഞ്ഞികൃഷ്ണന്റെ പെട്ടി എടുത്തു വെക്ക്. ആ പാത്രം ഞാനും കൂട്ടിക്കൊണ്ടു വന്നു. മാത്രമല്ല ഇവിടെ നിനക്ക് സഹായത്തിന് ഒരാളാവൂലോ. ബാറ്ററി ഉണ്ടല്ലോ, പിന്നെന്താ കത്താത്തെ? പഴം, ടോർച്ചിനകത്ത് പഴം പുഴുങ്ങി. ഇത് കൊള്ളാലോ, ഇത് നല്ല വിദ്യ, പഴം പുഴുങ്ങൽ. വേവങ്ങോട്ട് ശരിയായിട്ടില്ലേ? വേറെ വെച്ച് നോക്കിയാലോ? ഇപ്പൊ അങ്ങോട്ട് പോണ്ട, ചേച്ചിയെ പോത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആര് നിന്റെ ചേച്ചിയുടെ നായരാ? അല്ലെന്നേ, ഞങ്ങളുടെ നാട്ടിലുള്ള കുഞ്ഞേഷനെ. ചേച്ചിക്ക് നമ്മുടെ കാര്യത്തിൽ എന്തോ സംശയം ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ. അതായിരിക്കും ഈ പുതിയ ഏർപ്പാട്. അപ്പൊ ടോർച്ച് ഇവിടെ നിൽക്കേ, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇപ്പൊ എന്ത് കാണും? ഇപ്പോഴും ശരിയായിട്ടില്ലേ? ഈ തോലങ്ങടെ കളയ. പഴം തിന്നത് കണ്ടു കാണില്ലേ? ഭാഗ്യം. നിന്നെ ഞാൻ തീറ്റിച്ച് തരടി. കുറെ നാളെ നീ തുടങ്ങിയിട്ട് നിന്നെ ഞാൻ പഴം പുഴുങ്ങി തീറ്റിയാം. എവിടേക്കാ നീ ചുരിദാറൊക്കെ ഇട്ടിരിക്കണേ? നിന്നെ ആരെങ്കിലും പെണ്ണ് കാണാൻ വരണുണ്ടോ? നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറെ നാളായി ഞാൻ സഹിച്ചു കൂട്ടണേ. ലക്ഷ്മി, ഞാൻ പോ. വെറുതെ അല്ലേടി നിനക്കൊക്കെ കുരങ്ങുന്ന പേരിട്ടത്. എന്തെങ്കിലും കാണിച്ചങ്ങോട്ട് ചാടാൻ പറഞ്ഞാ അങ്ങോട്ട് ചാടും. വിളിച്ചു പോയിട്ടൊന്നും ഒരു കാര്യമില്ല. നിന്നെ വിടുന്ന പ്രശ്നമില്ല കുരങ്ങിന്റെ മോളെ. ആഹാ, ഈ കുരങ്ങായിരുന്നോ? എന്തേ വെളിവിന്റെ കാറ്റ് പോയോ? അതൊന്നും അല്ലെങ്കിൽ വന്നേ. പിന്നെന്താ? വേഗം വാ. വേഗം പോ. ആ കിഴവൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടാൻ നോക്ക്. നീ പറഞ്ഞു വിട്ടോ, ഞാൻ പറഞ്ഞു പറഞ്ഞാ മതി. അതല്ലെന്നേ, അയാളുടെ ഒരു അർത്ഥം വെച്ച് നോട്ടും ചിരിയും. അയാളിപ്പോ അവിടെ ഉണ്ട്. കുളിക്കാൻ പോയിരിക്ക, ഇപ്പൊ വരും. ചേട്ടൻ എന്താ ഇവിടെ കാര്യം എന്നോട് എനിക്ക് നോക്കി ചൊറിഞ്ഞു വന്നതാ. അയാളുടെ വ്യക്തിയാണ് അങ്ങോട്ട് പോണ്ടെന്ന്. വന്നപ്പോ തന്നെ ടോർച്ചിനകത്ത് പഴമ്പുഴങ്ങനെ വിദ്യ കണ്ടു. ഇതെന്താ ജീവനുള്ള ചാക്കോ? ഇതെന്ത് മായാപുരിയോ? ഞാനും പോവാ ഗുരുവാശാനെ, അന്ന് കാണാതായ കുരങ്ങ് പുഴക്കരയ്ക്കടുത്തുള്ള ഓട്ട് കമ്പനിയിൽ ഉണ്ടെന്ന്. അങ്ങോട്ട് അതാണോന്നറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി. പക്ഷെ അത് നമ്മുടെ കുരങ്ങല്ല, വേറെ യാതൊരു ചാവാലി കുരങ്ങ്. ഇത് പറയാനാ ഓടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്?
അതല്ല നമ്മുടെ സുഗുണഗുരു ആശാന്റെ കുറച്ച് കാശ് വാങ്ങിച്ചോണ്ട് എല്ലാം പറഞ്ഞു. അവനെവിടെ ഉണ്ട്? ചായക്കട ഉണ്ടെന്ന് പറയുന്നത് പ്രത്യേകം പറഞ്ഞു. കൊരങ്ങനെ കിട്ടാതെ ഇങ്ങോട്ട് വരത്തില്ല എന്ന് ഒരേ വാശി. മാധവൻകുട്ടി വിളിച്ചാവാൻ വരും. എത്ര ദിവസം വെച്ചാ അവിടെ എവിടെ ഒളിച്ചു താമസിക്കുന്നത്? അല്ല, അത് ഞാനും പറഞ്ഞു നോക്കിയതാ. തൽക്കാലം കൊരങ്ങില്ലെങ്കിലും സുഗുണഗുരു ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. സുഗുണഗുരു ഇല്ലെങ്കിലും കൊരങ്ങി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയാല്ലേ. കൊരങ്ങന്റെ കയ്യിൽ കുഞ്ഞികൃഷ്ണനെ കിട്ടിയാൽ എന്നൊരു പഴമൊഴി ഉണ്ടേ. അങ്ങനൊരു പഴമൊഴി ഉണ്ടോ? ആ ഉണ്ട്, പക്ഷെ അതിപ്പോഴാ ഒത്തത്. ഈ കൊരങ്ങന്മാർക്ക് തീരെ വിവരമില്ലാന്ന് എനിക്കിപ്പോഴാ ബോധ്യായ. ആന പേരോട്ടോ. ഔ, എന്താ ഒരു താഴ്ച, അസല് വെള്ളവും. അസുഖം മാറിയാ നേരെ ഇല്ലത്തേക്ക് പോവല്ലേ? പിന്നെ നോം നേരെ കടയിലേക്ക് വരുമല്ലോ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഓ വാടി, ഇതൊരു ഒഴിയാബാധയായല്ലോ ദൈവമേ. ഇന്ന് ഡിസ്ചാർജ് ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുഞ്ഞേഷിനെ ആശുപത്രിയിലായത് കാരണം പാവ സുമതി ചായക്കടയിൽ കഷ്ടപ്പെടുകയാവും. അങ്ങനെയല്ല, അങ്ങനെ പാട്. ചേട്ടാ, ഇത് ഏത് രാഘവ? മോള് പാടിയ രാഗത്തിന്റെ പേര് എരുമരാഗം എന്ന് പറയും. അങ്ങനെയല്ല, അങ്ങനെയല്ല, എന്നെ ശ്രദ്ധിക്കൂ, ഇനി തെറ്റിക്കരുത്. ഇത് അവസാനത്തെയാ. ബഹുമാനം വേണ്ട, ഇരുന്ന് പാടൂ. തനിക്ക് പാട്ട് വെച്ചിട്ട് നടത്താനുള്ള സ്ഥലം അറിയാം. ചേട്ടാ, അത് താൻ മിച്ചം തിന്ന് ഇവിടെ കയറി ഇറങ്ങിയത് ഇതിനായിരുന്നല്ലേ? നീ കൂടെ അറിഞ്ഞോണ്ടായിരുന്നു. ഏതായാലും ഇത്ര സ്ഥിതിക്ക് ഇനി ഇത് വെച്ച് നിട്ടണ്ട. നീ ആ മാധവൻ കുട്ടി ഇങ്ങോട്ട് വരാൻ പറ. ഇതെങ്ങനെ നടന്നോട്ടെ, ഇല്ലേ ചെലവാ. കാര്യൊക്കെ പിന്നെ. വേണ്ട വേണ്ട, നിന്റെ ഒരു ന്യായവും എനിക്ക് കേൾക്കണ്ട. ആ വലിയും വെച്ച് അയാൾ പറഞ്ഞത് കേട്ടപ്പോ എന്റെ തൊലി പൊള്ളിപ്പോയി. നിന്റെ കല്യാണക്കാരി നാട്ടുകാര് പറഞ്ഞല്ല ഞാൻ അറിയേണ്ടത്. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നാൽ ആദ്യം എന്റെ അടുത്തല്ലേ പറയേണ്ടത്? അപ്പൊ സമ്മതിച്ചില്ലെങ്കിലോ? ഇപ്പഴേ സമ്മതിച്ചിട്ടൊന്നുമില്ല. സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അവളെ കെട്ടില്ല. ഒറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ, പിന്നെ എന്തിനാ അവളെ മോഹിപ്പിച്ചത്? അപ്പൊ സമ്മതിച്ചോ? ശരി, ഇവന്റെ കാര്യം. ആശാൻ പേടിക്കണ്ട, ആശാന്റെ കഴിഞ്ഞിട്ട് കേട്ടോളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇറങ്ങി വരുവേനി. ആ ഓ വന്നേ വന്നേ. ആ ഇതാണ് സാക്ഷാൽ മാധവന്റെ ആലയം, മാധവാലയം. തിരുമേനിയെ പോലെ ആരോരുമില്ലാതെ അലഞ്ഞിരിഞ്ഞ് തിന്നാൻ നടക്കുന്ന പാർട്ടികളെ സംരക്ഷിക്കാൻ നേരിട്ട് ദൈവം ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ആളാ. അതുവോ? ആ അങ്ങനെ ഒരാളോ? ചുരുങ്ങിയത് ഒരു 10 പേരെങ്കിലും ദിവസം സംരക്ഷിക്കുകയോ സഹായിക്കുകയോ ചെയ്തില്ലെങ്കിൽ മാധവന് ഉറക്കം വരില്ല. വന്നേ. അല്ലേ, ആ. ഞാൻ കൊരങ്ങിനെ ആനേനെ പേടിച്ച് ആശുപത്രി ഇതിലെ വന്നേ. ആഹാ, അപ്പൊ ഇതിനെ കൊടുക്കോ? ടാക്സിയിലല്ല വിമാനത്തിലാണെങ്കിൽ പോലും അതിന്റെ കൂലി അവൻ തന്നോളും. ഐശ്വര്യമായിട്ട് വലത് കാലെടുത്ത് വെച്ച് വന്നാട്ടെ. വരൂ. അടുത്തായ നന്നായി. ആ. ഇടയ്ക്കിടയ്ക്ക് ചായക്കട വരാലോ. ചായക്കട വരണ്ട, ഞാൻ ഇങ്ങോട്ട് ഒന്ന് കണ്ടോളാം. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. കേറുക. ചെല്ലപ്പാ, കാശ് മേടിച്ചോണ്ടിരാ. അപ്പൊ സരസുനെ കാണാനോ? സരസുവിനെ കാണിക്കാൻ തന്നെ. ഛേ. ഐ, ഇതാണോ ദൈവത്തിന്റെ ആള് താമസിക്കുന്ന ആലയം? ആ ഇതാ കൊരങ്ങൻ തട്ടിമറിച്ചിട്ടാവും. കൊരങ്ങോ? പോണ്ടല്ലോ. പിടിവിട് തിരുമേനി. ഓ, അയ്യോ, ഓ, എന്തൊരു ബലം. അകത്തോട്ട് വന്നേ. മാധവൻകുട്ടി നോക്കി നിൽക്കാതെ അഴിച്ചു കൊടുക്കുക തിരുമേനി. ബോബിയും രാധയും ആ വാസുവിന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ട്? പുഴക്കരയുടെ അടുത്തുള്ള റോട്ട് കമ്മിലേക്ക് കൊണ്ടുപോകണമെന്ന് അവര് പറയണ ഞാൻ കേട്ടു. പോണ്ടോ, പേടിക്കട്ടെ തിരുമേനി, ഞാനില്ലേ. പോണ്ടാന്ന് വിട്. പോണ്ടാന്ന് വിട്. ഓ, രക്ഷപ്പെട്ടു.
വോട്ട് കമ്പനി. പക്ഷെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഒന്നും മെല്ലെ വിളി, ഒരാൾ കേൾക്കും നമുക്ക്. മാധവൻകുട്ടിയെ, അതെ, ഒന്നും കൂടി ഒച്ച കുറച്ചാൽ കെട്ടിടം പൊളിഞ്ഞോണ്ട. മാധവൻകുട്ടിയെ. ഈ വിളി ഓന്റെ അടുത്തെന്ന് വിളിച്ചാൽ ഓൻ കേൾക്കും. വരി മുസഫ, എനിക്ക് ഇപ്പൊ എന്റെ കൂടെ പോകാൻ നമുക്ക് ഒന്നിച്ചു പോവാ. നിങ്ങൾ കഴിഞ്ഞേ ഇവിടെ ഇരിക്കും. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കെ. ആര് ചോദിച്ചാലും മുസ്തഫന്റെ ഡാഡിയാന്ന് പറഞ്ഞാൽ മതി. ആര്? മുസ്തഫന്റെ ഡാഡി. അതെ, മുസ്തഫന്റെ ബാപ്പാന്ന് പറഞ്ഞാൽ മതി. ഈ ഒരു കാര്യം ഒന്ന് കൂട്ടിലേക്ക് വലിയ പേടിയാ. ഞാൻ ഒപ്പ വരാം. അല്ല, ഞാൻ സാറിവിടെ ഇരുന്ന് വലിക്കുവാണോ? വലിയവും വിടുന്നില്ല, പന്ന തിരുമേനിയും വിടുന്നില്ല. ആ കുട്ടിയെ കിട്ടി. നീ അവനെ കൊണ്ടേ കാറിലെടുത്ത് ഞാൻ രണ്ടുപേരെ കൂടി അടിച്ചു. സാറേ വലുവും മറ്റോണ്ട് അടിക്കാൻ നിൽക്കണ്ട. ബ്ലേഡ് മേടിച്ച് തന്നാ മതി. എന്തിന്? വടിച്ചു വിട്ടാ എല്ലാവരുടെയും തല അടിച്ചു പൊളിക്കാൻ എളുപ്പമാണ്. ബ്ലേഡും കൊണ്ട് ചെന്നാ മതി, അവന്മാര് നീട്ടി തരും. അയ്യോ തിരുമേനി.